ഹായ്, CUET-ലെ ഒരു വലിയ അപ്ഡേഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും ഏതൊക്കെയാണ് എക്സാംസ് എന്നുള്ള ഷെഡ്യൂൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് എക്സാംസ് നടക്കുന്നത്. മെയ് 15-നാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു എക്സാമാണ് CUET UG എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. സോ ഈ എക്സാം ഓരോ ദിവസവും നമുക്കറിയാം നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു എക്സാം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത് ഒരു ഡേ അല്ലെങ്കിൽ ഒറ്റ ഷിഫ്റ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നോർമലൈസേഷൻ എന്ന പ്രൊസീജിയറിന്റെ ആവശ്യമില്ല. പല കുട്ടികളും കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നോർമലൈസേഷന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു, എന്താണ് നോർമലൈസേഷൻ എന്നുള്ളത്. ഞാൻ ബ്രീഫായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം. പല ഷിഫ്റ്റുകളായിട്ടാണ് എക്സാംസ് നടക്കുന്നതെങ്കിൽ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചിലത് എളുപ്പമായിരിക്കും, ചിലത് പാടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓരോ ഷിഫ്റ്റിലായിട്ട് നടക്കുന്ന എക്സാംസിനെ ഒരുപോലെ ആക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അത് ഇനി ഈ വർഷം മുതൽ ഇല്ലാതാകുകയാണ്. കാരണം എക്സാംസ് ഇനി ഒറ്റ ഷിഫ്റ്റിൽ തന്നെ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ വർഷത്തെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഞാനൊന്ന് പറയാം. 15-ാം തീയതിയാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കം കെമിസ്ട്രിയിലാണ്. ആദ്യത്തെ ഷിഫ്റ്റിൽ നമുക്ക് കെമിസ്ട്രി ആയിരിക്കും വരിക. അത് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞിട്ട് അതേ ദിവസം ഉച്ചയ്ക്ക് മുന്നേ ഉള്ള ഷിഫ്റ്റിൽ തന്നെ ബയോളജി ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഇംഗ്ലീഷ് വരുന്നത്, അതുപോലെ ജനറൽ ടെസ്റ്റ്. അപ്പോൾ കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ് ഇത്രയും എഴുതുന്ന കുട്ടികൾക്ക് മെയ് 15-നാണ് എക്സാംസ് ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ട് മെയ് 16-ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ എക്സാം എക്കണോമിക്സ് ആണ്. അത് കഴിഞ്ഞ് ഹിന്ദിയാണ്. ഇതാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും മാത്തമാറ്റിക്സും. അപ്പോൾ PGMB സെലക്ട് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ച്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇത്രയും സബ്ജക്റ്റ് എഴുതേണ്ട ഒരു കുട്ടിയാണെങ്കിൽ മെയ് 15-നും എക്സാം എഴുതേണ്ടി വരും. അതുപോലെ തന്നെ മെയ് 16-നും എക്സാം എഴുതേണ്ടി വരും. കാരണം ഓരോ സബ്ജക്റ്റുകൾ 2 ദിവസമായിട്ടാണ് കിടക്കുന്നത്. അതേസമയം 17 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള എക്സാംസ് ആണ്. അതുപോലെ തന്നെ ജോഗ്രഫിയും അതേ 17-ാം തീയതി വരുന്നുണ്ട്. 18-ാം തീയതിയാണെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ എക്സാംസ് ആയിരിക്കും വരിക. ദെൻ നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് വരുന്ന 21, 22, 23 ഈ ദിവസങ്ങൾ, 23 എക്സാമിൽ 24. അപ്പോൾ 21, 22, 24 ഈ ദിവസങ്ങളിൽ കൂടുതലും ലാംഗ്വേജ് സബ്ജക്റ്റുകളുടെ എക്സാംസും കമ്പ്യൂട്ടർ സയൻസുകളുടെ എക്സാംസുമാണ് ഈ ദിവസങ്ങളിലായിട്ട് വരുന്നത്. അതായത് 21, 22, 24 ദിവസങ്ങളിലായി വരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലെ എക്സാം ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തിട്ടുള്ളവർ ഈ കറക്റ്റ് ഷിഫ്റ്റിനനുസരിച്ച് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഏത് ഷിഫ്റ്റിനാണ്, ഏത് പരീക്ഷയ്ക്കാണ്, എന്നാണ് വരേണ്ടത്, ഏത് ദിവസമാണ്, ടൈം ഏതാണ്, എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ഈ എക്സാംസ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കാം നിങ്ങളുടെ എക്സാംസ് ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലായ കുട്ടികൾ, നിങ്ങൾക്ക് ഏത് ദിവസമാണ് എക്സാം എഴുതേണ്ടതെന്ന് കൃത്യമായി മനസ്സിലായ കുട്ടികൾ ഒന്ന് കമന്റ് ചെയ്യുക. ഏതൊക്കെ ദിവസമാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്? മെയ് 15ഉം 16ഉം ഉണ്ടോ? 2 or 3 ദിവസമൊക്കെ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരുന്നുണ്ടോ? അതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ ഡീറ്റെയിൽസും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.